ഉറക്കളിച്ചാലും വെയിൽ കൊണ്ടാലും നമുക്ക് ഈ രോഗം കൂടുതൽ മൂർച്ഛിക്കും. അതിന് നമ്മൾ കൊടുക്കുന്ന തലയിൽ വെക്കുന്ന തുളസിയാതി വെളിച്ചെണ്ണയാണ് തലയിൽ വെക്കാൻ കൊടുക്കുന്നത്. ആ തലയിൽ വെക്കാൻ കൊടുക്കുന്ന നീർക്കെട്ട് സംബന്ധമായ ഒരു രോഗവും കൂടി അതിൻ്റെ ഞരമ്പിന് കഫക്കെട്ടടിയുന്നതാണ് കാരണം ഉണ്ടാകുന്നത്. അതിനെ തീർത്തും അലിപ്പിച്ച് കളയുന്നൊരു കൃതിയാണ് നമ്മളെ ഇതുള്ളത്. പച്ചമരുന്ന് മൂക്കിൽ ഒഴിക്കേണ്ടതുണ്ട്, അതുപോലെ തന്നെ കുടിക്കേണ്ട മരുന്നുണ്ട്. ഒരു 100% നമുക്ക് ഇത് ഭേദപ്പെടുത്താൻ പറ്റും. വെറുതെ ഇഞ്ചക്ഷൻ വെച്ചിട്ട് പല നാട്ടിലും പോയി പല ഡോക്ടർമാരെയും കണ്ട് ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റേ ചെയ്യേണ്ടത്. നേതാരം നാച്ചുറലായിട്ടുള്ള പച്ചമരുന്ന് കൊണ്ട് ഈ രോഗത്തെ നമ്മൾ നിർവീര്യപ്പെടുത്തുന്നതാണ്. സൈനസൈറ്റിക്കിന് അങ്ങനത്തെ യാതൊരു പ്രായവുമില്ല. ഏത് 15 വയസ്സുള്ള കുട്ടികൾക്കും ഈ രോഗം വരാൻ സാധിക്കുന്നുണ്ട്. അതായത് രോഗം വരുമ്പോൾ ആദ്യം തലവേദന വരും, തലകറക്കം വരും, പിന്നെ ഛർദിക്കും, കൈകാല് കടച്ചൽ, ഇതെല്ലാം ഈ രോഗത്തിനുണ്ടാവും. അതിന് തക്കതായ പരിഹരിക്കുക വെച്ചാൽ ഇതിന് തുളസിയാതി വെളിച്ചെണ്ണയാണ് തലയിൽ തേക്കുന്നത്. അതിനുള്ള പച്ചമരുന്ന് മൂക്കിൽ ഒഴിക്കാനുണ്ട്, അതുപോലെ നെറ്റിക്ക് പഠിക്കാനുള്ള ഒരു മരുന്നുണ്ട്. അപ്പോൾ രോഗത്തിൻ്റെ എത്ര മൂർച്ചയുണ്ടോ അതിനനുസരിച്ചുള്ള മരുന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് വെറുതെ കൊട്ടു പിന്നെ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ ചെയ്തോ മരുന്ന് മേടിച്ചോ അതിൻ്റെ കളയേണ്ട കാര്യമില്ല. നിസാരം പച്ചമരുന്ന് കൊണ്ട് മാറ്റാനുള്ളൊരു പിന്നെ കൃതിയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ ഇതാണ് നമ്മൾ തലയിൽ വെക്കുന്ന എണ്ണ, സാധാരണ യൂസ് ചെയ്യുന്ന എണ്ണ മാറ്റിക്കൊള്ളുക. മൂക്കിൽ ഒഴിക്കാനുള്ള ഒരു പച്ചമരുന്നുണ്ട്, അത് 3 ദിവസം ഒഴിച്ച് കഴിഞ്ഞാൽ അവരുടെ ഏത് രോഗവും മാറ്റം കിട്ടുന്നതാണ്.